Hi all, welcome to this session. So in this session, we are going to learn Schrodinger's time-independent equation. In the previous session, we learned time-dependent form of Schrodinger equation. So in this session, we are going to learn what's the difference between time-dependent equation and time-independent equation. So let's move to the topic. So Schrodinger's time-independent wave equation, sometimes otherwise called steady-state form. നമ്മൾ നേരത്തെ ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് വേവ് ഇക്വേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ആ സമയത്ത് വി ആർ അസ്യൂമിങ് ദാറ്റ് ഓർ വി അസ്യൂം ദാറ്റ് ദി പൊട്ടൻഷ്യൽ എനർജി ആ ഒരു പാർട്ടിക്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഓൾസോ, അതായത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസെഡ് ആൻഡ് ടി എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, ഇൻ ജനറൽ സിറ്റുവേഷൻ ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി പൊസിഷൻ കോർഡിനേറ്റ്സ്. സോ ഇൻ more general situations the potential energy of the particle does not depend on time explicitly. We can write a simplified version of Schrodinger equation by removing all reference of t in that equation. അതിലെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ഡിപ്പെൻഡൻസിനെ മാറ്റിക്കൊണ്ട് we can rewrite the Schrodinger equation by assuming that the potential energy does not depend on time explicitly, and that equation is called Schrodinger's time independent wave equation or Schrodinger's steady state form. Okay, നമുക്ക് അത് എങ്ങനെയാണ് ഡെറൈവ് ചെയ്യുന്നത് നോക്കാം. So first we can write the expression for the wave function psi. Psiയുടെ എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Psi equal to, the expression is psi equal to a into e raised to minus what, minus I by h cut minus I by h cut. ഈ ഫോം എങ്ങനെയാണ് ഡെറൈവ് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. നല്ല രീതിയിൽ പഠിക്കണേ. a into e raised to minus I by h cut et minus px, et minus px. So this is a form of the wave function psi. അപ്പോൾ psi പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു psiക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, വെൽ ബിഹേവ്ഡ് ആയിരിക്കണം, സിംഗിൾ വാല്യൂ ആയിരിക്കണം, അതിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് psi പറഞ്ഞു, എല്ലാം ഓർക്കുക. സോ ദിസ് ദ ഫോം ഓഫ് psi വിച്ച് ഇസ് a into exponential minus I by h cut അല്ലേ, minus I by h cut et minus px. h cut എന്ന് പറഞ്ഞാൽ h by 2 pi ആണ്. ഇതിനെ നമുക്കൊന്ന് അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ യു വിൽ ഗെറ്റ് a into ആദ്യം e raised to minus I by h cut നെ et ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദാറ്റ് യു വിൽ ഗെറ്റ് e raised to minus I e by h cut t. Okay, then exponential minus of minus plus, so it is I px by h cut. സോ നമ്മുടെ psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന്റെ ഫോമിനെ നമ്മളൊന്ന് രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഏതൊക്കെയാണ് രണ്ട് ഫംഗ്ഷൻ? വൺ ഫംഗ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടൈം എക്സ്പ്ലിസിറ്റ്ലി ആൻഡ് അതർ ഫംഗ്ഷൻ വിച്ച് ഇസ് a into e raised to I px by h cut വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ പൊസിഷൻ ഓൺലി. അപ്പം ഈ psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന്റെ ഇപ്പോൾ രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ്. ഒന്ന് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ വിച്ച് ഈസ് എക്സ്പൊണൻഷ്യൽ മൈനസ് I e by h cut into t. അടുത്തത് അതിന്റെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ട് a into e raised to I px by h cut. നമുക്ക് പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടിനെ a into e raised to I px by h cut എന്ന് പറയുന്ന പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനെ വി ക്യാൻ കോൾ ഇറ്റ് എ സ്മോൾ psi. നമ്മളൊരു സ്മോൾ psi ആയിട്ട് പറഞ്ഞാൽ നമുക്ക് psi എന്ന് പറയുന്ന ടോട്ടൽ വേവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ദ പ്രോഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ which depends on position only and a function which depends on time. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, ഇതിനെ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എന്നാണ് പറയുന്നത്. അതിന്റെ രണ്ട് പാർട്ട്, ഒന്ന് ടൈം ഡിപ്പെൻഡന്റ് പാർട്ടും വേറൊന്ന് സ്പേസ് ഡിപ്പെൻഡന്റ് പാർട്ടും. അപ്പോൾ ഒരെണ്ണം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വേറൊന്ന് സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ രീതിയിൽ ഡെറിവേറ്റീവ് എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? we have to substitute this psi into the time dependent form of the Schrodinger equation.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അല്ലെങ്കിൽ പഠിച്ച ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷനിലേക്ക് സൈക്ക് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ഫോമിന് എന്ത് ചെയ്യണം? സൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വിച്ച് ഹാസ് എ ടൈം ഡിപ്പെൻഡന്റ് പാർട്ട് ആൻഡ് എ ടൈം ഇൻഡിപെൻഡന്റ് പാർട്ട്. സോ ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് വേവ് ഇക്വേഷൻ എന്തായിരുന്നു? ഇ സൈ ഈക്വൽ ടു അല്ലേ, ഇ സൈ ഈക്വൽ ടു ഇ സൈ ടോട്ടൽ ഫോമാണ്. നമ്മളിവിടെ ഒരു സ്പേസിനെ ഒന്ന് അതിൻ്റെ ഒരു ഫോം നോക്കുക, ഒന്ന് മാറ്റി ഇങ്ങനെ എഴുതുന്നതാണ് സ്പേസ് ഡിപ്പെൻഡന്റ് ഫോം ഓഫ് സൈ. സോ ഇ സൈ ഈക്വൽ ടു നമുക്ക് കിട്ടിയ എന്തായിരുന്നു? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ്. വൺ ഡയമെൻഷണൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് p into psi equal to 0. So this is the time dependent form of wave equation, Schrodinger wave equation. ഇവിടെ നമ്മൾ ക്ക് പകരം നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി. അങ്ങനെ ഇത് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറഞ്ഞായിരുന്നു അവിടെ വന്നിരുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് ഈ സൈ. നമ്മൾ എന്ത് ചെയ്യണം? സൈക്ക് പകരം യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. എന്താണ്? സൈക്ക് രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട്, ഒന്ന് ടൈം ഡിപ്പെൻഡന്റ് ഒന്ന് ടൈം ഇൻഡിപെൻഡന്റ്. അപ്പൊ എന്ത് പറ്റും? ഇ ഇൻറ്റു സ്മോൾ സൈ e raised to minus I et by h cut equal to what? Minus h cut square by 2m minus h cut square by 2m minus h cut square by 2m. Then okay, dou square psi by dou x square ഇതിനെ നിങ്ങൾ എഴുതിയാൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ നിന്നാൽ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് എന്താണ്? സൈ സൈ ഇ റൈസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് കട്ട്. ഇതിന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ാണ് ഈ ഒരു പാർട്ട്, ഇത് ടൈമിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ക്യാൻ ടേക്ക് ഔട്ട് സൈഡ് അല്ലേ. അപ്പം ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആരാകും? ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ. അതിനെ കോമൺ ആയിട്ട് എടുത്താൽ മൈനസ് ഇ ടി ബൈ എച്ച് കട്ട്. ആരെ മാത്രം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ മതി? നമ്മുടെ സ്പേസ് ഡിപ്പെൻഡന്റ് പാർട്ടിനെ മാത്രം, ഇതിനെ മാത്രം എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഈ ഒരു ഫോം. സോ minus h cut square by 2m dou square psi by dou x square ന് പകരം എക്സ്പോണൻഷ്യൽ മൈനസ് ഐ ഇ ടി ബൈ എച്ച് കട്ട് ഡോ സ്ക്വയർ. മനസ്സിലായോ? ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണേ. കാരണം നമുക്ക് വേണ്ടത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ അതിൽ സൈഡിൽ ടൈം ഡിപ്പെൻഡന്റ് പാർട്ടും സ്പേസ് ഡിപ്പെൻഡന്റ് പാർട്ടും ഉണ്ട്. അപ്പം സ്പേസ് ഡിപ്പെൻഡന്റ് പാർട്ടിന്റെ മാത്രം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. പ്ലസ് പി സൈക്ക് പകരം പി ഇൻറ്റു സൈഡ് ഓഫ് ഫംഗ്ഷൻ എന്താണ്? സൈ ഇ റൈസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച്. ഓക്കെ, എന്ത് ചെയ്തു? നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് നമ്മൾ ഇപ്പോൾ പഠിച്ച വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമ്മൾ എഴുതിയ ഈ സൈയെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഓരോ സബ്സ്റ്റിറ്റ്യൂഷനും നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാത്തിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. സോ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ വരും നോക്കിക്കേ. ഫസ്റ്റ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m, ഇതിനെ എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇ റൈസ് ടു മൈനസ് ഐ ടി ബൈ എച്ച് കട്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m പ്ലസ് മൈനസ് എന്താവും? എൽ എച്ച് എസിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇ റൈസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് കട്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. പിന്നെ എന്താ ഉള്ളത്? പ്ലസ് ഇ ഇൻറ്റു
പ്ലസ് ഇ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ഇതേതാ ചെറിയ സൈ ആണ്, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. സോ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു. ഇ ഇൻറ്റു സൈ ഇ റൈസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് കട്ട്. ഓക്കെ, പിന്നെ ആരാ ഉള്ള മൈനസ് ഈ ടേം അല്ലേ, ഈ ടേം ഉണ്ട് മൈനസ് പി സൈ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ ടി ബൈ എച്ച് കട്ട് ഈക്വൽ ടു 0. അപ്പം ഈ ഇക്വേഷനിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ത്രൂ ഔട്ട് ഇക്വേഷനിൽ എച്ച് കട്ട് സ്ക്വയർ ബൈ 2m എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ഇ ടി ബൈ എച്ച് കട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ത്രൂ ഔട്ട് ദിസ് ഇക്വേഷൻ നമ്മൾ ഈ ടേം ഏതാണ് ദിസ് വൺ എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇ റൈസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് കട്ട് കൊണ്ട് ത്രൂ ഔട്ട് ഇക്വേഷൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് വിൽ ഗെറ്റ് ഫസ്റ്റ് ടൈമിനെ ഡിവൈഡ് ചെയ്താൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഞാൻ പിന്നെയും പറയുന്നു, എഴുതുമ്പം നിങ്ങൾ സൈയും ഇതും നമ്മൾ ആദ്യം എഴുതിയ ടോട്ടൽ വേവ് ഫംഗ്ഷൻ സൈയും ഇപ്പോഴത്തെ സ്പേസ് ഡിപ്പെൻഡന്റ് ആയ സൈയും തമ്മിൽ മാറിപ്പോകരുത്. സോ ഹിയർ സ്പേസ് ഡിപ്പെൻഡന്റ് ആണ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പം ഇതും ക്യാൻസൽ ചെയ്യും, ബാക്കി ഡിവൈഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഉണ്ട്, അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 2m ബൈ എച്ച് കട്ട് സ്ക്വയർ 2m ബൈ എച്ച് കട്ട് സ്ക്വയർ. അവിടെ ആരുണ്ട്, we have e psi there, e psi minus ഇവിടെയും അതേപോലെ ആര് വരും 2m by h cut square 2m by h cut square p psi equal to 0. ഈ രണ്ട് ടേമിൽ നിന്നും 2m by h cut square കോമൺ ആയിട്ട് എടുത്താൽ we will get the final form of the steady state form of the Schrodinger's equation dou square psi by dou x square, which is a time independent form of Schrodinger equation, dou square psi by dou x square plus 2m by h cut square 2m by h cut square into e minus p into psi equal to 0. So here psi is a function which depends on space only, and V is the potential energy which depends on space only. So this is the time independent form of Schrodinger equation in one dimension. So if it is in three dimensional, നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെ റീറൈറ്റ് ചെയ്യണം, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ plus dou square psi by dou z square plus എന്താ വരുന്നത് 2m by h cut square into e minus v into psi equal to 0. അല്ലേ, ഈ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, ആദ്യത്തെ മൂന്ന് ടേമിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽ സ്ക്വയർ സൈ, റൈറ്റ്. സോ ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m by h cut square into e minus v into psi equal to 0. And this is the time independent form of Schrodinger equation. ഇത് കാണാതെ പഠിക്കണം. This is the one dimensional form. Dou square psi by dou x square plus 2m by h cut square into e minus v into psi equal to 0. This is in the three dimensional. അപ്പോൾ ടൈം ഡിപ്പെൻഡന്റ് ആയാലും ടൈം ഇൻഡിപെൻഡന്റ് ആയാലും യു ഹാവ് ടു ബൈ ഹാർട്ട് ദോസ് ബോത്ത് ഇക്വേഷൻ. കാരണം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്, ഓൾ ദ തിയറീസ് എന്ന് പറയുന്നത് ഈ സൈയിലെയും ഈ ഷ്രോഡിംഗർ ഇക്വേഷനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇത് രണ്ടും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചിട്ട് പോലും കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇലോബറേറ്റ് ആയിട്ടൊന്നും ക്വാണ്ടം മെക്കാനിക്സ് ഇല്ല, അതിന്റെ ഫണ്ടമെന്റൽസ് പോർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ കാണാതെ പഠിക്കും. ഷ്രോഡിംഗർ ടൈം ഡിപ്പെൻഡന്റും ഷ്രോഡിംഗർ ടൈം ഇൻഡിപെൻഡന്റും അത് ഡിറൈവ് ചെയ്യാനും പഠിക്കുക ഇമ്പോർട്ടന്റ് എസ്സെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇംപ്ലിക്കേഷൻസിലേക്ക് പോകാം. എന്താണ് ഇത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തരുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം.
സോ ഈ ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യു കാൻ ഗെറ്റ് or you can't solve this equation for all values of energy. എല്ലാ എനർജി വാല്യൂസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. യു നോ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഫോം ഓഫ് സൈ, അല്ലെ? സൈയുടെ ഫോമിനെ നിങ്ങൾ എഴുതുക എന്നതാണ് ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ബട്ട് യു ക്യാൻ സോൾവ് ദിസ് ഇക്വേഷൻ only ഫോർ എ certain വാല്യൂ ഓഫ് എനർജി. ചില ഡെഫിനിറ്റ് വാല്യൂ ഓഫ് എനർജിക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാ എനർജി വാല്യൂസിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ നമുക്കൊരു വളരെ certain എനർജി വാല്യൂസിനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ദി ക്വാണ്ടൈസേഷൻ. സോ എനർജി ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓട്ടോമാറ്റിക്കലി ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ വരുന്നു. കാരണം ഇതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഡസന്റ് ഓൺലി മീൻ ദാറ്റ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത് you have to find out a form of psi which satisfies this equation and its boundary condition എന്നത് മാത്രമല്ല അർത്ഥം. ഈ ഇക്വേഷനോ അല്ലെങ്കിൽ ഇക്വേഷൻ പറയുന്ന ബൗണ്ടറി കണ്ടീഷനോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൈ കണ്ടുപിടിക്കുക മാത്രമല്ല ഈ സൊല്യൂഷന്റെ അർത്ഥം. അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യു ഹാവ് ടു ആ കണ്ടുപിടിച്ച സൈ അല്ലെങ്കിൽ ആ കണ്ടുപിടിച്ച സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ all the requirements or it must fulfill all the requirements for an acceptable wave function. നമ്മൾ നേരത്തെ വേവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വേവ് ഫംഗ്ഷന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഫുൾഫിൽ ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷൻ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് ഇസ് ദ വേവ് ഫംഗ്ഷൻ ആൻഡ് ഓൾസോ ഇസ് ഡെറിവേറ്റീവ്സ് മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫൈനൈറ്റ്. ഇത്രയും പ്രോപ്പർട്ടി ആ വേവ് ഫംഗ്ഷന് വേണം. അപ്പോൾ ഒരു സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ it doesn't only mean that you have to find out a wave function psi which satisfies this particular equation and also its boundary condition, but that wave function needs to satisfy or fulfill the requirements of an acceptable wave function, or the wave function single valued ആയിരിക്കണം and its derivatives must be finite and continuous ആയിരിക്കണം. അങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദ സിസ്റ്റം കനോട്ട് എക്സിസ്റ്റ് ഇൻ ദിസ് സ്റ്റഡി സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ നിങ്ങൾ പറഞ്ഞാൽ പോരാ, ആ വേവ് ഫംഗ്ഷൻ എല്ലാ പ്രോപ്പർട്ടീസും വേണം. അങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അർത്ഥം. ആ സിസ്റ്റം എന്തില്ല, സ്റ്റഡി സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് അർത്ഥം. അതായത് നിങ്ങൾക്ക് എല്ലാ എനർജിക്കും ഒരു കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ കിട്ടത്തില്ല. ഫോർ സം പർട്ടിക്കുലർ എനർജി വാല്യൂസ് വഴി യു വിൽ ഗെറ്റ് വേവ് ഫംഗ്ഷൻ. അതാണ് ഈ ഒരു ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷൻ്റെ ഇംപ്ലിക്കേഷൻ. അതായത് എനർജി ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഒക്കെ കേസിൽ എനർജി ക്വാണ്ടൈസേഷൻ പറഞ്ഞു. ഡെഫിനിറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ ചില ഇൻഡിജേഴ്സ് വാല്യൂവിൽ മാത്രമേ നമുക്ക് എനർജി പറ്റത്തുള്ളൂ. അത് വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ എനർജി ക്വാണ്ടൈസേഷനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വി ക്യാൻ കൺസിഡർ ദി സ്റ്റാൻഡിംഗ് വേവ്സ് ഇൻ എ സ്ട്രെച്ച് സ്ട്രിംഗ്. ഇത് നിങ്ങളുടെ സിലബസിലില്ല, പക്ഷെ നമുക്ക് ആ എനർജി ക്വാണ്ടൈസേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതായത് നിങ്ങളെ തിയറി എഴുതുക ഒന്നും വേണ്ട, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. സോ ഇൻ ദ ഫിഗർ യു ക്യാൻ സീ ദ സ്റ്റാൻഡിംഗ് വേവ്സ്, അല്ലേ? സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്താണ് സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നും ഒരു വേവ് നിങ്ങൾ മെൽറ്റി സ്ട്രിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. വേവ്സ് ഇവിടെ നിന്ന് പോയി ഈ എൻഡിൽ നിന്നും ഇവിടെ നിന്ന് ഇതുവരെ പോയിട്ട് അതിനുശേഷം എന്താണ് തിരിച്ച് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി റിഫ്ലക്ട് ചെയ്ത് വരുന്നു. സോ അവിടെ സൂപ്പർ പൊസിഷൻ നടക്കുകയും സ്റ്റാൻഡിംഗ് വേവ്സ് വിൽ ബി ജനറേറ്റഡ്. അപ്പം ഇവിടെ വേവ് ലെന്ത്, അപ്പം ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഒരു ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ദ എക്സ്ട്രീം പോയിന്റ്, അതായത് ഈ ഒരു പോയിന്റിലായാലും അത് സ്ട്രിംഗ് രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്താണ്, ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് സൈഡിലും ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ 0 ആയിരിക്കും. സോ ദിസ് എ ബൗണ്ടറി കണ്ടീഷൻ, അല്ലേ? നമ്മൾ നേരത്തെ വേവ് ഇക്വേഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഈ രണ്ട് എൻഡിലും ആ സോഴ്സ് ജനറേറ്റ് ചെയ്തതും സോഴ്സ് അവിടെ എൻഡ് ചെയ്തെടുത്തും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ y must be 0 at this point and at this point. അങ്ങനെ ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്യുന്ന ഒരു വേവ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണിത് വേവ് ഇക്വേഷൻ, ജനറൽ വേവ് ഇക്വേഷൻ. ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ബൈ ബി സ്ക്വയർ
ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ അല്ലേ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ഒരു സൈഡത്തെ എക്സിന്റെയും ഒരു സൈഡത്തെ ടൈമിന്റെയും ഡെറിവേറ്റീവ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ഈ കണ്ടീഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനുകൾ തമ്മിലുള്ള ലെന്ത് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എൻ. ആണ് ഈ സ്ക്രീനുകൾ തമ്മിലുള്ള ലെന്ത്. സോ യു ക്യാൻ ഫൈൻഡ് ദി ഫസ്റ്റ്. അത് ഒരു രീതിയിൽ ഇത് എങ്ങനെ വരാമെന്ന് ചോദിച്ചത് ഈ ഒരു രീതിയിൽ വരാം. ആ ഒരു വേവ് അല്ലേ, നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇങ്ങനെ ഒരു വേവ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇത് സൂപ്പർ പൊസിഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് വേവ് ആണ്. അപ്പം ആദ്യത്തെ ഒരു വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വേവിന്റെ ലാംഡ എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഫസ്റ്റ് വേവിന്റെ ലാംഡ, അതായത് ഇതിന്റെ ബാക്കി എന്തുണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കണം, എന്നാൽ മാത്രമാണ് അവിടെ ഒരു ലാംഡ ആവുന്നത്. സോ ഇത്രയും ആണെങ്കിൽ അടുത്തൊരു എല്ലും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇതെന്ത് ചെയ്യത്തുള്ളൂ, കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. സോ ദ വേവ് ലെന്ത് എന്ന് പറയുന്നത്, ദ വേവ് ലെന്ത് ഓഫ് ദാറ്റ് വേവ് മസ്റ്റ് ബി 2L അല്ലേ, 2L ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലെന്തിന്റെ ഇടയിൽ എന്തേ കിട്ടത്തുള്ളൂ, λ/2 മാത്രമേ നിങ്ങൾക്ക് അവിടെ കിട്ടത്തുള്ളൂ. സോ ദിസ് ദ ഫസ്റ്റ് പോസിബിലിറ്റി. അടുത്ത പോസിബിലിറ്റി എന്താണ്, രണ്ടെണ്ണം കിട്ടാം. രണ്ടെണ്ണം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത്. സോ ലാംഡ എന്ന് പറയുന്നത് എത്രയാകാം, L ആകാം. ഞാൻ ഒരിക്കലും പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളതല്ല, ഒന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ഫസ്റ്റ് കേസിൽ ലാംഡ 2L ആണ്, കാരണം ഇത്രയും എല്ലിന്റെ അകത്ത് പകുതി മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. സോ അനദർ ഹാഫ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L. അപ്പം ലാംഡ എന്ന് പറയുന്നത് 2L, അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് L. അൺലെസ് അതർവൈസ് യു ക്യാൻ എക്സ്പെക്ട് 3. മൂന്നെണ്ണം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കാം, ലാംഡ എന്ന് പറയുന്നത് എത്ര ആയിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കേ. സോ ഇതുവരെ വന്നപ്പോൾ ലാംഡ ഉണ്ട് അല്ലേ, പിന്നെ ഒരു പകുതി ലാംഡ ഉണ്ട്. അതായത് L എന്ന് പറയുന്ന ആ ലെന്തിന്റെ അകത്ത് എത്രയുണ്ട്, ലാംഡ പ്ലസ് λ/2, അതായത് 3λ/2 ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 2L/3 ആയിരിക്കും. 2L/3 ആയിരിക്കും. സോറി, ഞാൻ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഉപയോഗിച്ചത്, ഇവിടെ ഫിഗറിൽ ഞാൻ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചത്. സോ ഇവിടെ സ്മോൾ ആണ്, 2 ലാംഡ എന്ന് പറഞ്ഞാൽ L, then or lambda equal to 2L/3. So here you can see that നമുക്ക് ഈ ഒരു വേവ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഒബേ ചെയ്യുന്നതെങ്കിലും ഈ ഒരു വേവ് ഇക്വേഷൻ എന്താ ഒബേ ചെയ്യുന്ന, ഈ വൈയുടെ എല്ലാ എന്താണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ ഒബേ ചെയ്തുള്ള വേവ് ഇക്വേഷൻ ആണ് എഴുതിയത്. പക്ഷെ എല്ലാ വേവ് ലെന്തും ആ വേവിന് പോസിബിൾ അല്ല. ആ വേവ് ലെന്ത് എന്തൊക്കെയാണ് പോസിബിൾ ഉള്ളൂ, ഒന്നുകിൽ ഇറ്റ് ക്യാൻ ഹാവ് 2L എന്ന് പറയുന്ന നീളത്തിൽ അതിനൊരു വേവ് ലെന്ത് പോസിബിൾ ആകാം, അല്ലെങ്കിൽ L നീളത്തിൽ വേവ് ലെന്ത് പോസിബിൾ ആകാം, അല്ലെങ്കിൽ 2L/3 നീളത്തിൽ വേവ് ലെന്ത് പോസിബിൾ ആകും. അതായത് L/2 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല എന്നതർത്ഥം. അതായത് എല്ലാ വാല്യൂസും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. വേവ് ലെന്ത് എന്താണ്, ഡിസ്ക്രീറ്റ് ആയിട്ട് ചില ഡെഫിനിറ്റ് വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ യു കാൻ ഗെറ്റ് psi ഫോർ ഓൾ വാല്യൂസ് ഓഫ് E, you will get psi only for some certain values of E. ആ E എന്ന് പറയുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ടൈസ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, എന്താണ് എനർജി ക്വാണ്ടൈസേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടത് ലാംഡ എന്ന് പറയുന്നത് എല്ലാ വാല്യൂസും എടുക്കാൻ പറ്റത്തില്ല അല്ലേ, അതേപോലെയാണ് എനർജി ക്വാണ്ടൈസേഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് എടുക്കാൻ പറ്റും, you can say lambda n equal to 2L/n plus 1 values, 2L/n plus 1 values, where n will take the values 0, 1, 2, 3 etc, where n will take values 0, 1, 2, 3 etc. ഓക്കെ, ഈ ഒരു ഡെഫിനിറ്റ് വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. n-ന് 0 കൊടുക്കാം, you will get 2L. n-ന് 1 കൊടുക്കാം, n-ന് 0 കൊടുത്താൽ you will get 2L, n-ന് 1 കൊടുത്താൽ you will get 2L/2 which is L. ഇതുപോലെ തന്നെ എനർജിയും ക്വാണ്ടൈസ് ആണ്. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. En equal to -me⁻⁴/32 π² epsilon 0² h² into 1/n², when n can take 1, 2, 3 etc. So these are the energy eigenvalues of the time dependent Schrodinger equation, time independent Schrodinger equation for the wave function psi n. നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് എല്ലാ എനർജിക്കും നിങ്ങൾക്ക് കിട്ടത്തില്ല. So you will get some definite values of En for the Schrodinger wave equation for a particular wave function psi n, then we will call this En as the
eigenvalue, this En as the eigenvalue for the wave function, eigenvalue, and this wave function is called eigenfunction. അപ്പൊ നമുക്കിതിന് എങ്ങനെ പറയാം? ഈ പർട്ടിക്കുലർ ഏഗൻ ഫംഗ്ഷന്റെ ഏഗൻ വാല്യൂ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയ En. So we will call this En as the eigenvalue for the eigenfunction. അപ്പൊ നമുക്ക് കിട്ടിയ En എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എന്താണ്? En is the energy eigenvalue for the wave function psi n, or En is the energy eigenvalue for the eigenfunction psi n. ഓരോ En-നും you will get a particular eigenfunction. അപ്പം ഓരോ എനർജി ഐഗൻ വാല്യൂവിന് എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ ഐഗൻ ഫംഗ്ഷൻ ഉണ്ട്. ദിസ് വൺ ഓഫ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷൻ. അപ്പൊ നല്ല രീതിയിൽ നോക്കുക. ഈ ഐഗൻ വാല്യൂ ഐഗൻ ഫംഗ്ഷൻ ഒക്കെ വലിയ രീതിയിൽ നിങ്ങൾക്കില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. താങ്ക് യു.